മതി കേട്ടോ. കുംഭം കുംഭം നന്നായി. സ്വന്തം 9 ചുവ 4 വ്യാഴവും എല്ലാവരും ചതുർവേദത്തിന് ഒരു ഭാടാരണ്യങ്ങളായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സമ്പ്രദായ പ്രകാരം അത് ശൈവവൈഷ്ണവശാസ്ത്രീയമായിട്ട് അയാൾ വന്ന തന്ത്രയുക്താണ്. ചതുർവേദ രുദ്രങ്ങളുണ്ട്, 4 രുദ്രങ്ങളുണ്ട്. ദേവശാപം, ബ്രാഹ്മണശാപം, പിന്നെ ദേവലോകം, ബ്രാഹ്മണശാപം, പിന്നെ ആഭിചാര രുദ്രങ്ങൾ. ആചാര്യ സൂരത്തിന് സൂര്യഹോമം ഓൾറെഡി ആ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടെ ഇതൊക്കെ അതിൽ ചെയ്യാം. പിന്നെ ശ്രീകോവിലിന് ഇനി കൂട്ടൊഴിവായിട്ടാണ് വരുന്നത്. അതെ, ഭഗവാന്റെ കൂട്ടൊഴിവായിട്ടാണ്. ശ്രീകോവിലിന്റെ ജീർണതകൾ ഒന്ന് പരിശോധിച്ച് മേൽഭാഗം അടക്കം പരിശോധിച്ച് പിന്നെ അതില് വരുന്ന ദുരിതങ്ങളെ കൈവഴിയെല്ലാം മാറ്റിയിട്ടില്ല. ഇതൊക്കെ മാറ്റി ഇതാക്കിയിട്ട് തന്ത്രയുക്താനുസരണം ചെയ്തിട്ടില്ല. ദഹനപ്രായശ്ചിത്ത സഹിതം തന്ത്രയുക്താനുസരണം തന്ത്രി നിർദ്ദേശിക്കുന്ന കലശങ്ങൾ നടത്തിയിട്ട് ചെയ്തതിന്റെ വൃത്തി അതിൽ പരിശോധനയും ചെയ്തിട്ട് നോക്കിയാ പോരെ. അല്ല അപ്പൊ വേണമായിരുന്നു ഒന്നുകൂടെ പറയും. അതാണ് ക്ലിക്കായില്ല എനിക്ക് മുഴുവൻ. ഈ നിലത്തിന്റെ പരിധിയില് ബിംബത്തിന്റെ ബാക്ക് ഭാഗത്ത് ജീർണത ഉണ്ടെന്നും അവിടെ നിന്നാണ് ഇതിലേക്ക് ഇറങ്ങുന്നതെന്നും കണ്ടിട്ടുണ്ട്. ആ അതൊക്കെ ഒന്ന് പരിശോധിച്ച് അത് പരിഹരിച്ചിട്ട് പരിഹരിക്കാതെ പറയുമ്പോൾ അതിലുള്ള എന്തൊക്കെ മാലിന്യങ്ങൾ എടുക്കാൻ പറ്റുന്ന അതൊക്കെ കളഞ്ഞിട്ട് പിന്നെ പീഠത്തിന്റെ കൈവരികൾ മാറ്റിയിട്ട് തന്ത്രയുക്താനുസരണം ഉള്ള കലശങ്ങൾ നവീകരണാവാം ദ്രവ്യകലശാവാം എന്താണ് കഴിച്ചാൽ അവൻ അതിൽ ദഹനപ്രായശ്ചിത്തം ഒന്നും ആഡ് ചെയ്യണമെന്നോ. ദഹനപ്രായശ്ചിത്തം എന്താ പറയാൻ കാരണം എനിക്ക് പൂർവ്വത്തില് ഗോചരപ്രകാരം അഗ്നിഭയം ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. ശ്രീകോവിലുള്ള അഗ്നിഭയം ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. എന്നാ നോക്കാം. വ്യാഴവും ബുധനും തെളിഞ്ഞെടുത്തു ദേവനായിട്ട് വ്യാഴവും ബുധനും ക്ഷേത്രത്തിന്റെ ഏതെല്ലാം ഭാഗം തീർന്നതിലും ആ കൂട്ടത്തെ പിരിയാറാവും. എന്നാൽ വിഷ്ണുവിന് പ്രസിദ്ധാണല്ലോ മഹാകുംഭം. അല്ല ദോഷാദിക്ക് ഇല്ലുകൊണ്ടല്ലേ. പിന്നെ അധികം നോക്കണമെങ്കിൽ പ്രായശ്ചിത്തന്റെ ഉപയോഗിക്കാം. മഹാചതുർത്ഥി മഹാപഞ്ചകം ഒരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുക പഞ്ചഗവ്യ അവഗാഹം ചെറിയ മുമ്പല്ല അവഗാഹത്തോട് കൂടിയിട്ട് ഒരു ഇതാക്കാം, നവീകരണം എന്നുള്ളൊരു സങ്കല്പമാക്കാം. നോക്കിക്കോളാം അദ്ദേഹത്തിന്റെ വാക്കല്ലേ. അതാണ് ഞാൻ ഈ ആലോചിച്ച് സംശയിച്ച് പറയുന്നതിന് റീസൺ. മഹാകുംഭത്തിന് എല്ലാം കഴിയും. ബാക്കിയുള്ള എല്ലാ
എല്ലാം കൂടി കൂട്ടിയാൽ കൂടണ്ടായി. അത് തന്നെ വല്ലാത്തൊരു പരിഹാരമാണ്. മറ്റത് ഇത്രയല്ലേ ഉള്ളൂ ബിംബം എന്ന് വെച്ചിട്ട് എല്ലാം കൂടി മറ്റേ അടുത്തുള്ളവരല്ലേ 11 രൂപയാണോ 2 ബുധൻ മതി കർക്കിടകന്റെ വെറുതെ വീശി നോക്കിയത് സുഖായി ആ വലിയതിലേക്ക് പോയിട്ടില്ല കേട്ടോ ഓടിക്കണ്ട അല്ല കസേല മാറ്റിട്ടോ ഭർത്താനം പറയുന്നുണ്ട് കേൾക്കുന്നില്ല ആരും കേൾക്കുന്നുണ്ടേ വിഷമില്ല കേട്ടോ ഇനി കൂട്ടുവരുവാൻ എല്ലാവരും ഒന്ന് ദേവനോടും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബ്രഹ്മണേ പ്രേതഭൂതൈ പീഡായാസ്യാൽക്കദാസ വാഗ്ദോഷത്തിന്റെ പരിഹാരം എന്തെങ്കിലും പിന്നെ ഒന്നിനാളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിന് പരിഹാരം വേണ്ടേ? അതിന് വേണ്ടതുകൊണ്ട് ഇവിടെ തന്നെ ദേവനോടാണ് പ്രാർത്ഥന വേണ്ടത്. ഒരു 12 ദിവസമെങ്കിലും ഈ ബ്രാഹ്മണരെല്ലാവരും കുളിച്ച് വന്ന് ഇവിടുത്തെ പുറത്തുനിന്ന് കുളിച്ച് വന്ന് പുരുഷസൂത്രം ഭാഗ്യസൂത്രം പറ്റുമെങ്കിൽ ഈ 12 ഓരോ ദിവസവും പിന്നെ എത്ര സംഖ്യയാവും നിങ്ങൾ നിശ്ചയിക്കാം. 3 പുരുഷാർത്ഥ സംഖ്യയെങ്കിലും ആവുമെങ്കിൽ അതാ വേണ്ടത്. 12 ദിവസം വരും ആൾക്കാർ. അല്ല നമുക്ക് എനക്കെന്തിനാ നേരത്തിലോട്ടൊന്നും കൊണ്ടുപോകില്ല. ഇവർക്ക് ഐക്യത വേണ്ട ഐക്യത വേണ്ടിയിട്ടാണ്. അല്ല അത് രാവിലെ നേരത്തെ വന്ന് അങ്ങനെ ഏട്ടൻ നിർദ്ദേശിച്ചാണ് ഇവിടെ 41 ദിവസം 15 ചെയ്തിട്ടാണ് ഈ അമ്പലം അല്ല ഇതിപ്പോ വേറൊന്നുണ്ട് അവർക്കാണ് ആവശ്യം അവർക്കല്ല. നിർബന്ധമില്ല. എങ്ങനെയാലും ഈ ചുറ്റിനും മാറണം. കുറച്ച് തെറ്റെടുത്തിട്ടുണ്ടാവണം അല്ല ആരെങ്കിലും ഒരാള് കുടുംബത്തിൽ ഒരാളുണ്ടായാൽ മതി. ഈ 12 ഊരാളന്മാരുണ്ടെങ്കിൽ ഈ 12 ഇല്ലത്തൊന്നും ആർക്കെങ്കിലും ഒരാൾക്ക് വരാൻ പറ്റില്ലേ? എനിക്ക് നിർബന്ധമില്ല. അല്ല 12 ഊരാളന്മാരുണ്ട്. 12 പേരില് ഒരാളെങ്കിലും ഇവിടെ വന്ന് കുളിച്ച് ഇരുന്ന് രാവിലത്തെ ഒരു സമയം ഫിക്സ് ചെയ്ത് ആ സമയത്തിനുള്ളിൽ കഴിച്ചു പോകാൻ പറ്റില്ലേ ഒരാൾക്കെങ്കിലും? പക്ഷെ വാസോട്ട് അങ്ങനെ ഇല്ലാത്തവരും ഉണ്ടാവൂല. ഇതിപ്പോ നമ്മൾ അങ്ങനെ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല പറയൂ. അങ്ങനെ ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്. ആരും ഇല്ലാത്തവരുണ്ടോ? അറിയട്ടെ, ഇവിടെ ഒരു കാലഘട്ടത്തിൽ വാഗ്ദുരിതം ഉണ്ടായിരുന്നെന്ന് കാണിച്ച ദുരിതമാണ്. ആ ദുരിതത്തെ പരിഹരിച്ച് അത് നിങ്ങൾ ഊരാള കുടുംബത്തിലേക്ക് മാറിക്കുന്നുണ്ട്. എൻ്റെ നടുവണ തറവാട്ടിലേക്ക് മാറിക്കുന്നില്ല. നിങ്ങൾക്കാണ് ഈ 12 ഊരാള കുടുംബത്തിലേക്ക് മാറിക്കുന്നത്. നിങ്ങൾക്ക് നേരെയാവുണ്ടെങ്കിൽ എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ചേട്ടാ ഇതിപ്പോ എല്ലാ ഊരാളന്മാർക്കും എത്താൻ സാധിക്കൂല. ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും വന്നൂടെയാണ്. അങ്ങനെ ഇല്ലാത്ത ഇല്ലവരില്ലേ? അല്ല ഒരു കാര്യം ചെയ്യും, സംഖ്യ പറയും. ഒരു സംഖ്യ പറഞ്ഞിട്ട് ഊരാളന്മാരെല്ലാരും കൂടി ജപിച്ച് ഒരു സംഖ്യ നിശ്ചയിക്കും. പുരുഷാണെന്നുള്ള സംഖ്യയാണ് പുരുഷ 621 ജപിക്കണം. പുരുഷസൂത്രം പ്രത്യുക്തമായിട്ട് ഭാഗ്യസൂത്രവും അത് ഇവിടെ കുളിച്ച് ശുദ്ധമായിട്ട് തറ്റെടുത്ത് വന്നിരുന്ന് മണ്ഡപത്തിലിരുന്ന് ജപിച്ചോളാം. എല്ലാവരും കൂടെ വന്നാൽ പറ്റൂലേ? അത് പറ്റാണ്ടില്ല. എല്ലാവരും കുറച്ച് വിളിച്ചാൽ പോരെ? 12 ദിവസം കൊണ്ടല്ല. 12 ദിവസം എന്നല്ല, നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തീർക്കാനും തീർത്തോളൂ. ഒരു സംഖ്യ നിശ്ചയിക്കാം. ഒരു ദിവസം കൊണ്ട് ഗണപതി ചേട്ടാ 12 ദിവസം വേണ്ട. ഈ സംഖ്യ ഒരു ദിവസം കൊണ്ട് എല്ലാരും കൂടി തീർക്കാൻ തീർത്തോട്ടെ. അല്ല ഇപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോഴല്ലേ വിഷയം. ആ സംഖ്യ നിശ്ചയിക്കാം. ഇത് നേരെ ആവേണ്ടത് അവരുടെയും ആവശ്യമാണ്, അവരുടെ കുടുംബത്തിന്റെയും ആവശ്യമാണ്. അല്ല അത് അവര് സമ്മതിക്കണം. 3 ദിവസം കൊണ്ടൊന്നോ 2 ദിവസം 3 ദിവസം നോക്കണ്ട അല്ലേ?
ഇത് ജപിച്ച തീരില്ല കേട്ടോ.